ശബരിമലയിൽ ശ്രീകോവിലിനോളം പ്രാധാന്യമുണ്ട് മണിമണ്ഡപത്തിന്. സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിനോട് ചേർന്നു നിൽക്കുന്ന മണിമണ്ഡപത്തെക്കുറിച്ച് പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. തീർത്ഥാടകരിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഇരുമുടിയിൽ നിറച്ച ഭസ്മം തൂവാനുള്ള ഇടമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല യാഥാർത്ഥ്യം. ശബരിമലയുടെ മൂലസ്ഥാനമാണ് മണിമണ്ഡപം. മറവപ്പടയെ തോൽപ്പിച്ചെത്തിയപ്പോൾ അയ്യപ്പനിരുന്ന് വിശ്രമിച്ച സ്ഥലം. മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതും ഇവിടെ നിന്നാണ്. മകരജ്യോതി കഴിഞ്ഞാൽ 5 ദിവസവും കളമെഴുത്തുണ്ട്. പഞ്ചവർണ്ണങ്ങളിൽ ധർമ്മശാസ്താവ്, പുലിവാഹനൻ, അയ്യപ്പന്റെ പ്രതിഷ്ഠാ വിഗ്രഹം എന്നിവയാണ് കളമെഴുതുന്നത്. റാന്നി കുന്നൈക്കാട്ട് കുടുംബത്തിലെ കുറുപ്പന്മാർക്കാണ് ഇവിടെ പാരമ്പര്യമായ അവകാശമുള്ളത്. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഗുരുതി നടക്കുന്നതും മണിമണ്ഡപത്തിന്റെ മുന്നിലാണ്. ശബരിമലയിലെത്തിയ അയ്യപ്പൻ ഇവിടെ കുടിൽ കെട്ടി ധ്യാനിച്ചിരുന്നുവെന്നും ഇവിടെയാണ് അയ്യപ്പന്റെ യോഗ സമാധിയെന്നും ഭക്തർ വിശ്വസിക്കുന്നു. അയ്യപ്പൻ തപസ്സനുഷ്ഠിച്ചിരുന്ന സമയത്ത് പൂജിച്ചിരുന്ന 3 ശ്രീചക്രങ്ങളിലൊന്ന് മണ്ഡപത്തിനടിയിലുണ്ടെന്നാണ് വിശ്വാസം. മണിമണ്ഡപത്തിന്റെ ഭിത്തികൾ പിത്തള പൊതിഞ്ഞ് അതിൽ അയ്യപ്പ കഥകൾ ചിത്രത്തിലൂടെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. പാലാഴി കടഞ്ഞെടുത്ത അമൃത് അസുരന്മാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനു വേണ്ടി മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ടു. ഇതിൽ അനുരക്തനായ കൈലാസനാഥൻ ശൈവ വൈഷ്ണവ സംയോജനത്താൽ ഹരിഹരപുത്രൻ പിറന്നു. ഇവിടം മുതൽ സന്നിധാനത്തിലെത്തിയ മണികണ്ഠൻ ധർമ്മശാസ്താ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചതുവരെ പ്രതിപാദിച്ചിരിക്കുന്നു. ധർമ്മശാസ്താവിന്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച മണികണ്ഠൻ പന്തളത്ത് നിന്ന് സന്നിധാനത്തെത്തിയപ്പോൾ ആദ്യം ഇരുന്ന സ്ഥാനത്താണ് മണിമണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത്. അതിനാലാണ് മൂലസ്ഥാനമായി കാണുന്നതും. പന്തളം രാജാവിന് ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥാനം കാട്ടിക്കൊടുക്കാൻ മണികണ്ഠൻ എയ്ത ആദ്യത്തെ അമ്പ് പതിച്ചതും മണിമണ്ഡപം ഇരിക്കുന്ന സ്ഥാനത്താണെന്നാണ് വിശ്വാസം.